അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആരുടെയും കരളലിയിപ്പിക്കുന്നതായിരുന്നു ആ ഒരു കാഴ്ച. അത് പുത്തൻ വീട് തറവാട്ടിലെ പുന്നാര മകൻ ഷമ്മാസ്, അത് സീനത്ത് രക്ഷകർത്താവായി നിക്കാഹിന് നേതൃത്വം നൽകുന്ന ആ ഒരു കാഴ്ചയാണ് എല്ലാവരും കണ്ട് അത്ഭുതപ്പെട്ടത്. ശരിക്കും ഞെട്ടിപ്പോയി എല്ലാവരും. എന്നാലും ഉമ്മയും ബാപ്പയും ആങ്ങളാരും ആരുമില്ലാത്ത ആ പെണ്ണിനെ ഷമ്മാസ്, ഓഹ് പഠിച്ചോനെ, വല്ലാത്തൊരു അത്ഭുതം തന്നെ. എന്നാൽ നിക്കാഹിന് മുമ്പായിട്ട് ഷമ്മാസിൻ്റെ ഉമ്മയുടെ അരികിൽ ഷമ്മാസ് എത്തിയിരുന്നു. ഉമ്മ, മോനെ, ഉമ്മാൻ്റെ കുട്ടി ധൈര്യമായിട്ട് ചെല്ല്, ഒന്നും മടിക്കണ്ട കേട്ടോ. നല്ല ധൈര്യമായിട്ട് ചെന്നിട്ട് ഒരു ആങ്ങളയുടെ സ്ഥാനത്ത് നിന്ന് ഉമ്മാൻ്റെ കുട്ടി നിക്കാഹ് നടത്തി കൊടുക്കണം, മനസ്സിലായല്ലോ? ഒന്നും പതറാതെ തളരാതെ പടച്ച റബ്ബിൻ്റെ തൃപ്തി മാത്രം പ്രതീക്ഷിച്ച് ഉമ്മാൻ്റെ കുട്ടി അത് ചെയ്യണം കേട്ടോ. അള്ളാഹു സുബ്ഹാനഹു വ തആല എൻ്റെ കുട്ടിക്ക് ധൈര്യവും തൻ്റെടും നൽകും. ഉമ്മാൻ്റെ പ്രാർത്ഥന ഉണ്ട്, മോൻ ധൈര്യമായിട്ട് പോയിക്കോ. ഉമ്മ, തീർച്ചയായും ആ ഒരു കാര്യത്തിൽ എനിക്ക് ഉമ്മ സന്തോഷമേ ഉള്ളൂ. സത്യമായിട്ടും അതെൻ്റെ ഉമ്മയുടെ സമ്മതത്തോടു കൂടിയാകുമ്പോൾ അതിന് പ്രത്യേകം ഒരു ഭംഗിയായിരിക്കും അല്ലേ. മോൻ ചെല്ല്, ഉമ്മാൻ്റെ കുട്ടി ചെല്ല്. അതെ, പാവങ്ങൾക്ക് നമ്മൾ ആശ്വാസമേകണം, തണലേകണം, അവർക്ക് വേണ്ടി എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം. ഉമ്മാൻ്റെ കുട്ടി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ചെല്ല്. പൊന്നുമകൻ്റെ നെറുകിൽ ഒരു ചുംബനം അർപ്പിച്ചുകൊണ്ട് ഐഷുമ്മ അതാ നിക്കാഹിൻ്റെ സ്റ്റേജിലേക്ക് ഷമ്മാസിനെ പറഞ്ഞയച്ചു. അതെ, ഒരു പിതാവിൻ്റെ സ്ഥാനത്ത്, ഒരാങ്ങളുടെ സ്ഥാനത്ത് ഷമ്മാസ് വന്നിരുന്ന ആ ഒരു കാഴ്ച എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു. അതെ, ആ പന്തലിൽ കൂടിയവരെല്ലാം ഒരു നിമിഷം ഞെട്ടിത്തരിക്കുകയാണ്. ഷമ്മാസോ? ഓ, ഷമ്മാസ് ഏതായാലും വല്ലാത്തൊരു ഭാഗ്യം തന്നെ അവർക്ക്. അതെ, ഷമ്മാസ് അവിടെ ആ സ്ഥാനത്തിരുന്നു. ഉസ്താദ് ഒരു നിമിഷം ഷമ്മാസിൻ്റെ മുഖത്തേക്ക് നോക്കി. അതെ, ഒരു നിമിഷം ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഷമോനെ, അവൻ പുഞ്ചിരിച്ചുകൊണ്ട് ഉസ്താദിൻ്റെ മുഖത്തേക്ക് നോക്കി. അങ്ങനെ അതാ നിക്കാഹ് കർമ്മം നടക്കുകയാണ്. ആ ഒരു മനോഹരമായ മഹർമാല അതിൻ്റെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് എല്ലാവരുടെയും ഇടയിൽ വെച്ച് ആ നിക്കാഹ് കർമ്മം എൻ്റെ പെങ്ങൾ സമീറയെ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ആ ഒരു വാക്കുകൾ ഒരു നിമിഷം ഫൈസി ഉസ്താദിൻ്റെ കണ്ണുകൾ നിറയുന്നതോടൊപ്പം അതാ ഷമ്മാസിൻ്റെ കണ്ണുകളും നിറയുന്ന കാഴ്ചയാണ് ആ കാണികൾ അവിടെ കണ്ടത്. അത് ശരിക്കും അത്ഭുതപ്പെട്ടു ആ ഒരു ഷമ്മാസിൻ്റെ മനസ്സ് കണ്ടിട്ട് എല്ലാവരും. അങ്ങനെ അതാ പ്രിയപ്പെട്ട സമീറ ഉസ്താദിൻ്റെ ഇണയായി മാറുകയാണ്. നിക്കാഹ് കർമ്മം അവിടെ കഴിയുകയാണ്. എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാണ്. എല്ലാവർക്കുമുള്ള ഭക്ഷണം കാര്യങ്ങളെല്ലാം നൽകുകയാണ്. എന്നാൽ മഹർമാല അണിയിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ് അതാ സമീറയുടെ അരികിലേക്ക് എത്തണം. ഇനി ഒരു നിമിഷം സമീറയുടെ അരികിൽ ഉമ്മ തന്നു. മോളെ, ഉമ്മാൻ്റെ മോളെ, നിക്കാഹ് കഴിഞ്ഞു കേട്ടോ, അൽഹംദുലില്ലാ. ഇനി എന്തായാലും വേണ്ടില്ല, ഉമ്മാൻ്റെ ആഗ്രഹം സാധിച്ചു, അൽഹംദുലില്ലാ. ആ ഉമ്മ കരയുകയായിരുന്നു സമീറയെ കെട്ടിപ്പിടിച്ചുകൊണ്ട്. ഉമ്മാൻ്റെ കുട്ടിക്ക് അതെ ഒരാളായി, ഇനി ഉമ്മ മരിച്ചാലും വേണ്ടിയില്ല. ഉമ്മ അങ്ങനെ പറയല്ലേ. എന്നാൽ സമീറക്കും വല്ലാത്ത സങ്കടം. എന്നാൽ ഐഷു സമീറയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവൾ പൊന്നുമോളെ അതാ ഒന്നുകൂടി വാരിയെടുത്ത് ചുംബിച്ചു. പെട്ടെന്ന് ഉമ്മ പറഞ്ഞു, പൊന്നുമോളെ ഐഷു, ഉമ്മച്ചിൻ്റെ സ്വന്തം മോളാണ് കേട്ടോ. ഇനി ഉപ്പച്ചിയും ഉമ്മച്ചിയും അതെ പൊന്നുമോൾക്കും ഒരുമിച്ച് കഴിയാട്ടോ. ആണോ ഉമ്മമ്മ? സത്യമായിട്ടും? അതേ മോളെ, ഇത് ഇനി ഉമ്മച്ചിൻ്റെ ശരിക്കും ഉമ്മച്ചിയാണ് കേട്ടോ. കുട്ടിൻ്റെ ശരിക്കും ഉമ്മച്ചിയാണ്. ഉമ്മ ആണോ? അതെ മോളെ. അതെ, ഐഷുവിൻ്റെ നെറുകിൽ തലോടിക്കൊണ്ട് ചുംബിച്ചു സമീറ. സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു ആശ്വാസമായിരുന്നു ആയത്. അപ്പോഴേക്കും എല്ലാവരും സമീറയുടെ അരികിലെത്തി. നിക്കാഹ് കഴിഞ്ഞിക്കണല്ലേ. എല്ലാവരും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ആ ഒരു വാർത്തകൾ. എന്നാലും ആ പെണ്ണിൻ്റെ ഒരു ഭാഗ്യം എത്രയേ പെൺകുട്ടികൾ കൊതിച്ചതായിരുന്നു. ആ ഉസ്താദിൻ്റെ പ്രഭാഷണവും കാര്യങ്ങളും എന്താലേ ഉസ്താദ് ലുക്ക്. എന്തപ്പം ചെയ്യുക? ഭാഗ്യമുള്ളവർക്ക് കിട്ടും, അല്ലാതെ ഇപ്പം എന്താ, നമ്മളിപ്പോൾ എത്ര ഇത് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ.
അതിൽ നിരാശ പൂണ്ട ഒരുപാട് പെൺകുട്ടികളും ഉമ്മമാരും ഉണ്ടായിരുന്നു. അതെ, ഉസ്താദിനെ പ്രണയിച്ചവർ, ഉസ്താദിനെ ആഗ്രഹിച്ചവർ, ഉസ്താദിനെ ഒരു നോട്ടം കാണാൻ കൊതിച്ചവർ, ഉസ്താദിൻ്റെ ക്ലാസ്സുകൾ വിശദമായി കേൾക്കുന്നവർ, അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും നല്ല രീതിയിൽ ശ്രവിച്ച് അതിനനുസരിച്ച് ജീവിക്കുന്നവർ, അങ്ങനെ ഒരുപാട് ആളുകൾ അവിടെ നിക്കാഹ് കർമ്മത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി എത്തിയിരുന്നു. പക്ഷേ രണ്ടാം വിവാഹിതയായ അതേ സമീറയാണ് ഉസ്താദ് സെലക്ട് ചെയ്തത്. അത് ഒന്നും കൊണ്ടുമല്ല, തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ അത് സമീറയെ വളരെയധികം സ്നേഹിച്ചിരുന്നു. മക്കളില്ലാത്ത സമീറയാണെങ്കിൽ നല്ല രീതിയിൽ പൊന്നുമോളെയും സ്നേഹിച്ചു. അത് ശരിക്കും ഐഷുമ്മക്കും വല്ലാത്തൊരു സന്തോഷം തന്നെയായി. പെട്ടെന്ന് നിക്കാഹ് കർമ്മമെല്ലാം കഴിഞ്ഞ് ഷമ്മാസ് ഇറങ്ങി വന്നു ഉമ്മയുടെ അരികിലേക്ക്. ഉമ്മയുടെ അതെ ഐഷിത്ത, ഇത് ഷാമോ വിളിക്കുന്നേ. ഉമ്മ, മോനെ, ഉസ്താദ് മഹർ എണീക്കാൻ വേണ്ടി വരാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്തയെ ഒരു ഭാഗത്തേക്കൊന്ന് മാറ്റിയാൽ, അല്ലെങ്കിൽ ആളോടൊക്കെ ഒന്ന് ഒഴിഞ്ഞ് നിൽക്കാൻ പറഞ്ഞാൽ ഉസ്താദിനൊരു സൗകര്യമാവും. എന്നാൽ ഐഷുമ്മ അപ്പോൾ തന്നെ പറയുന്നു, മക്കളെ, മോളെ സെമിയെ മനൂട്ടി വന്നാണി. ആ വിശാലമായ ആ ഒരു റൂമിലേക്ക് അതാ സെമീറയെ കൊണ്ടുപോകുന്നു. മോളെ, മഹർ എണീക്കാൻ വേണ്ടിയിട്ട് ഉസ്താദ് വരുന്നുണ്ട്. പിന്നെ ഉസ്താദിന് സ്ത്രീകളുടെ ഇടയിലൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ അതൊരു മടിയായിരിക്കും. അല്ല മോളെ, മോൾക്ക് സ്റ്റേജിന്മേലേക്കൊന്ന് കയറാമെന്നും. ഉമ്മ, അത് ആയിക്കോട്ടെ, എനിക്കറിയാം, അത്ര നല്ലതും അല്ലല്ലോ. ആ കണ്ട ആൾക്കാരുടെ ഇടയിലൊക്കെ സ്റ്റേജിന്മേൽ കയറി നിൽക്കുന്നത് നല്ലതല്ലല്ലോ. അതുകൊണ്ട് എന്നാൽ ഉസ്താദ് മഹർ ചാർത്താൻ ഇങ്ങോട്ട് വന്നോട്ടെ അല്ലേ? ഉമ്മ, ആയിക്കോട്ടെ. അവൾ സമ്മതം മൂളി. അങ്ങനെ അതാ ഉസ്താദും ഷമ്മാസും ഉസ്താദിൻ്റെ ഫ്രണ്ട്സുകളുമെല്ലാം അതാ വരുന്നു. അതിമനോഹരമായ ആ ഒരു കാഴ്ച, അത് വെള്ള വസ്ത്രധാരികൾ വരിവരിയായി വരുന്ന ആ ഒരു കാഴ്ച, അത് പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി എല്ലാവരും ആശംസകൾ അർപ്പിക്കുന്നു. അത് ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അദ്ദേഹത്തിൻ്റെ വിവാഹ ജീവിതത്തിലേക്ക് വീണ്ടും കടക്കുകയാണ്. ഒരു കാലത്തെ വിഷമഘട്ടങ്ങൾ കഴിഞ്ഞു പോയി. അതാ പുതിയൊരു ജീവിതം ഉസ്താദും ഭാര്യയും കെട്ടിപ്പടുക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരനും ഭാര്യയ്ക്കും വേണ്ടി എല്ലാവരും ആശംസകൾ അർപ്പിക്കുന്നു. അങ്ങനെ അത് മഹർമാലയുമായി സമീറയുടെ അരികിലേക്ക് ഉസ്താദ് ഹിജാബണിഞ്ഞു നിൽക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട മണവാട്ടിയെ കണ്ട ഉസ്താദ് അവളുടെ മനോഹരമായ ആ മെഴുകളിലേക്ക് നോക്കി. സമീറ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. സമീറ, മഹർ അണിയിക്കട്ടെ? അവൾ സന്തോഷത്തോടെ സമ്മതം മൂളി. അതെ, ചുറ്റും കൂടിയവരെല്ലാം അത് ശ്രദ്ധിച്ചു. വളരെയധികം സ്വകാര്യമായ രീതിയിൽ ഉസ്താദ് അവളോട് സ്വകാര്യം പറയുന്നത് എല്ലാവരും ഒരു നിമിഷം ചെവിയോർത്തു. അങ്ങനെ അതാ നമ്മുടെ ഫൈസി ഉസ്താദ് സമീറുടെ കഴുത്തിൽ ആ ഒരു മഹർമല അണിയിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അപ്പോഴേക്കും അതാ ഐഷുമ്മ അവളുടെ ഹിജാബിൻ്റെ പിന്നിലൂടെ ആ ഒരു മാല അത് അകത്തേക്ക് ഇട്ടുകൊടുക്കുന്നു. മാഷാ അല്ലാഹ്. സമീറ, റാഹത്തയില്ലേ? ഉസ്താദേ, അതെ, അവരുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ തുടക്കം. ഐഷുമ്മക്ക് ആ ഒരു കാഴ്ച കണ്ട് സന്തോഷവും സങ്കടവും ഒരുമിച്ച് വന്നു. ഐഷുമ്മ ഒരു നിമിഷം വിതുമ്പിപ്പോയി. പൊന്നു മക്കളെ, പടച്ച റബ്ബുങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ ഉമ്മ. അതെ, ഉമ്മയുടെ അരികിലേക്ക് ഉസ്താദ്. മോനെ, ഉമ്മാൻ്റെ കുട്ടി. ഉമ്മക്കറിയാതിരിക്കും മോനെ. അതാ സമീറയുടെ കൈകൾ ഉസ്താദിൻ്റെ കൈകളിലേക്ക് ആ ഉമ്മ വെച്ചു കൊടുക്കുന്നു. പൊന്നു മോനെ, ദാ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ഐഷുമ്മ സമീറയുടെ കൈകൾ ഉസ്താദിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു. ഉസ്താദ് അവളുടെ ആ ഒരു കൈകൾ പതുക്കെ പിടിച്ചു. ഒരു നിമിഷം സമീറയുടെ മനസ്സിൽ എന്തൊക്കെയൊന്ന് കടന്നുകൂടി. റബ്ബേ, അല്ലാഹ്, പഠിച്ചോനെ. എന്നാൽ ഈ നിമിഷം അതാ ഐഷുമോളും ഉപ്പച്ചിയുടെയും ഉമ്മച്ചിയുടെയും കൈകൾ പിടിച്ച് പതുക്കെ നടന്ന്. ഉമ്മച്ചി, ഉപ്പച്ചി, ഇനി ഉമ്മച്ചിൻ്റെ കൂടെ എപ്പോഴും ഉപ്പച്ചി ഉണ്ടാവുമോ? ഒരു നിമിഷം ഉസ്താദ് ചിരിച്ചു. അത് കൂടെയുള്ളവരും
എല്ലാവർക്കും വല്ലാത്തൊരു സന്തോഷ വാർത്തയായിരുന്നു. അത് സന്തോഷ വാക്കായിരുന്നു. അത് എല്ലാവരും പറഞ്ഞു പാവാണ് ആ കുട്ടിയുടെ ഉമ്മ മരണപ്പെട്ടു പോയതാണ്, പക്ഷെ ആ കുട്ടിയെ നല്ലോണം അവൾ നോക്കുന്നുണ്ട്. ഏതായാലും അൽഹംദുലില്ലാ ആഗ്രഹിച്ച പോലെ തന്നെ നല്ലൊരു ജീവിതം അവൾക്ക് ലഭിക്കുകയാണ്. സന്തോഷത്തോടു കൂടി എല്ലാവരും ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അങ്ങനെ അതാ നമ്മുടെ ഉസ്താദും സമീറയും നിക്കാഹ് കഴിഞ്ഞു. അവരുടെ എല്ലാവരും സന്തോഷം പങ്കിട്ടു. പലരുടെയും മനസ്സിൽ വിഷമമുണ്ട്, സങ്കടമുണ്ട്. ഉസ്താദിനെ ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്നാലോചിച്ചിട്ട്. എന്നാലും അവരുടെ ആ ഒരു വിവാഹത്തിൽ പലർക്കും സന്തോഷം തന്നെയായിരുന്നു. അങ്ങനെ അതാ എല്ലാവരും കൂടെ നല്ല രീതിയിൽ മണവാട്ടിയെയും മണവാളനെയും പലരും ശരിക്കും കണ്ണിറിയെ കാണുന്നു. എന്നാൽ ആ ഓഡിറ്റോറിയത്തിലേക്ക് ആരും കാണാതെ 2 പേർ കടന്നു വന്നിരുന്നു. അത് ആരായിരിക്കും? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. സമീറ, അവൾ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നതും നല്ലൊരു ഉസ്താദിനെ അവൾക്ക് ഭർത്താവായി കിട്ടിയതും എല്ലാം കൂടി കണ്ടപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ അരിശം മൂത്തു. ഹോ, എന്തൊക്കെ തന്നെയാലും ഓള് വല്ലാത്തൊരു സാധനം തന്നെ. ഇട്ടെറിഞ്ഞു പോന്ന് ഇപ്പോൾ ഒരു ഉസ്താദിനെയും കെട്ടി ഇവിടെ ജീവിക്കാനുള്ള പ്ലാനിങ് ആണ്. പക്ഷേ അവൾ അനുഭവിച്ച വേദനകൾ, യാതനകൾ അതവൾക്കല്ലേ അറിയൂ. എന്തപ്പോൾ ചെയ്യാം? എന്നാൽ ഉമ്മയുടെ ആഗ്രഹം പോലെ തന്നെ അതാ നിക്കാഹെല്ലാം കഴിഞ്ഞു. പുത്തൻ വീട് തറവാട്ടിലേക്ക് അതാ അവർ 2 പേരെയും ഷമ്മാസ് ആനയിക്കുകയാണ്. മോനെ, ആ ഉമ്മ, നമുക്ക് വീട്ടിൽ കൊണ്ടുപോവാ കേട്ടോ. എല്ലാവരും ആ ഒരു കാഴ്ച നോക്കി നിന്നു. അവർക്ക് വേണ്ടി പ്രത്യേക ഒരു വാഹനം തന്നെ അതാ ഷമ്മാസ് എടുത്തിരുന്നു. മണവാട്ടിയെയും മണവാളിനെയും അതാ ആ ഒരു കാറിലേക്ക് കയറാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അവർ കയറി. അവിടെ നിന്നൊന്നും അവൾ ഹിജാബ് പൊക്കുകയോ ഒന്നും ചെയ്തില്ല. ഉസ്താദിനും അതുതന്നെയായിരുന്നു ഇഷ്ടം. ഐഷുവിനെ അവരുടെ നടുവിലിരുത്തി. സത്യം പറഞ്ഞാൽ ഐഷുവിനത് വല്ലാത്തൊരു സന്തോഷം തോന്നി. ഉമ്മയും ഉപ്പയും ഒരുമിച്ചിരിക്കുന്ന ആ ഒരു കാഴ്ച അവളുടെ മനസ്സിനെ, അവളുടെ കുഞ്ഞു മനസ്സിനെ കൂടുതൽ സന്തോഷത്തിലാക്കി. അവൾ ഉമ്മച്ചിയും ഉപ്പച്ചിയും മാറി മാറി ചുംബിച്ചു. അതെ അല്ലാ മോളെ. വളരെയധികം സന്തോഷകരമായ നിമിഷങ്ങൾ. ഷമ്മാസ് ആദ്യം അവരെ അതാ പുത്തൻ വീട് തറവാട്ടിലേക്ക് കൊണ്ടുപോകുന്നു. കൂടെ ഉമ്മയുമുണ്ട്. ഉമ്മ ഫ്രണ്ടിലാണ് ഇരുന്നത്. നുസൈബ ഓഡിറ്റോറിയത്തിൽ തന്നെയാണ്. നുസൈബയുടെ ഉമ്മയും അനിയത്തിമാരും എല്ലാവരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം അവരെ പുത്തൻ വീട്ടിലേക്ക് കൊണ്ടാക്കിയിട്ട് ബാക്കി ജോലികൾ വേറെയുള്ളവരെയാണ് ഷമ്മാസ് ഏൽപ്പിച്ചത്. സന്തോഷത്തോടെ അതാ ആ ഉമ്മ ആദ്യം വാഹനത്തിൽ നിന്നിറങ്ങി. പുത്തൻ വീട് തറവാട്ടിലും ആളുകൾ നിറഞ്ഞിരുന്നു. ഉമ്മ സന്തോഷത്തോടു കൂടി സമീറയെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് അതാ വീട്ടിലേക്ക് കൈപിടിച്ച് കയറ്റി. ഉസ്താദും സന്തോഷത്തോടു കൂടി. എന്നാൽ ഉമ്മ അവർക്ക് പ്രത്യേകമായി ഒരുക്കിയ ഷമ്മാസിനോട് ഒരുക്കാൻ പറഞ്ഞ ആ റൂമിലേക്ക് അവരോട് ഇരിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ എല്ലാവരും മണവാട്ടിയെയും മണവാളിനെയും ഒരു നോക്കു കാണുവാൻ വേണ്ടി കാത്തിരുന്നു. നുസൈബയും ഫാമിലിയും എല്ലാവരും എത്തി. സൗദയും എത്തി. സൗദ അല്പം ദേഷ്യത്തോടു കൂടിയാണ് അവളെ നോക്കുന്നത്. ഓ, പിന്നെ വലിയ രാജകുമാരിയാണെന്ന വിചാരം. ഓ, എന്താണ്? അപ്പോഴേക്കും നുസൈബയുടെ കുഞ്ഞിനെ കണ്ടപ്പോൾ ഐഷ അവിടെ നിന്ന് ഓടിച്ചാടി ഇറങ്ങിപ്പോയി. ഒരു നിമിഷം ഉസ്താദ് സമീറയുടെ മുഖത്തേക്ക് നോക്കി. സമീറ, ആ ഹിജാബൊന്ന് പൊക്കോ. ഉസ്താദേ, അത് എന്താ നാണാണോ? എന്നാ വേണ്ട. എന്നാൽ സമീറക്കും ഉസ്താദിനും വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പഠിച്ചവനെ, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങളെ ജീവിക്കാൻ സമ്മതിച്ചാൽ മതിയായിരുന്നു എന്നുള്ള രീതിയിൽ സമീറയുടെ മനസ്സിലും പല പേടികളുണ്ടായിരുന്നു. പെട്ടെന്നതാ സമീറ റൂമിൻ്റെ വാതിലിൻ്റെ അടുത്തേക്ക് നോക്കിയപ്പോൾ ആ 4 കണ്ണുകൾ അവളെ തുറിച്ചു നോക്കുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി. പഠിച്ചോനെ, അത് മറ്റാരുമായിരുന്നില്ല. അതെ, അവളെ ഒരുപാട് കഷ്ടപ്പെടുത്തിയ അവളുടെ നാത്തൂന്മാർ. അവരുടെ നോട്ടം സഹിക്കാൻ അവൾക്ക് ആ ഒരു നോട്ടത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവൾ തല താഴ്ത്തി. അല്ലാ, എന്തു പറ്റി? സമീറ, പെട്ടെന്ന് ഉമ്മ അങ്ങോട്ട് വന്നു. മക്കളെ, ഇത് കുടിച്ചോളി. 2 പേർക്കും വേണ്ടിയിട്ട് അതാ 1 ഗ്ലാസ് പാലാണ് ഉമ്മ കൊണ്ടുവന്നത്. ഇതാ മക്കളെ.
സമീറയുടെ കയ്യിൽ അത് കൊടുത്തു. സമീറ അത് ഉസ്താദിന് വേണ്ടി കൊടുത്തു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദ് അതിൽ നിന്ന് അല്പം കുടിച്ചു. എന്നിട്ട് സമീറയുടെ ചുണ്ടുകളിലേക്ക് അതടുപ്പിച്ച് കൊടുത്ത് ഉസ്താദ് തന്നെ ചൊല്ലി ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് അതാ അവളും ആ പാല് അല്പം കുടിച്ചു. ഐഷുമ്മയുടെ മനസ്സ് ഒരുപാട് സന്തോഷം കൊണ്ട് നിറഞ്ഞു പോയി. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, അല്ലാ റബ്ബേ. എന്നാൽ പെട്ടെന്ന് ഷമ്മോസ് അങ്ങോട്ട് വന്നു. ഉമ്മ, എന്താ എല്ലാവരും കണ്ടു കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് ഒരു നിമിഷം. അവൾ എന്താണ് എന്നറിയാതെ പകച്ചു പോയി. ഉമ്മ, ഇനിയിപ്പോൾ എല്ലാവരും കണ്ടില്ലേ, ഇനിയിപ്പോൾ കൊണ്ടുപോയാലോ? അല്ല, കൂടെ ആരെങ്കിലും പോരുന്നോ? പൊന്നു മോനെ, എല്ലാവർക്കും കാണാൻ പൂതിയല്ലേക്കാരം, എല്ലാവരും പോന്നോട്ടെ, ഞങ്ങളും പോരുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും അതാ ആ ഫ്ലാറ്റിത്തെ ഹോണർ തന്നെ വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കിയിരുന്നു. കാരണം മണവാട്ടി വരികയാണ്. ആ മണവാട്ടിയെ വരവേൽക്കുവാൻ വേണ്ടിയിട്ട് എല്ലാവരും, കൂടെ പോരുന്നവരും എല്ലാവരും ഉണ്ട്. എന്തായാലും പുത്തൻവീട് തറവാട്ടിൽ ഒന്ന് കയറി. ഉമ്മാക്ക് സത്യം പറഞ്ഞാൽ അവിടെ തന്നെ നിർത്തണം എന്നായിരുന്നു ഇഷ്ടം. ഇനി ഒരു പക്ഷേ ഇവിടെ സൗദി ഉള്ളതും ഒക്കെ തന്നെ അല്ലേ, ഉസ്താദ് അവിടെ ഉണ്ടാകുമ്പോഴേ അത് അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാവോ എന്നൊക്കെ കരുതിയിട്ട് ഉസ്താദ് ആദ്യമേ പറഞ്ഞിരുന്നു. ഉമ്മ, നിക്കാഹ് കഴിഞ്ഞാൽ ഞാൻ പുറത്ത് എവിടെയെങ്കിലും വാടകയ്ക്ക് പോയിക്കോളട്ടോ, ഇവിടെ പൊന്നു മോനെ അതിനെന്താ, ഇവിടെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇവിടെ നിന്നാൽ പോരെ ഉമ്മ പറഞ്ഞാണ്. പക്ഷേ പിന്നീട് ഷമ്മാസും പറഞ്ഞു അത് ഉമ്മ ഉസ്താദിന് മടിയായിരിക്കും, പിന്നെ അത് അവർ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കട്ടെ, അതല്ലേ വേണ്ടത്. ഇവിടേക്ക് ആകുമ്പോഴേ നമ്മളൊക്കെ സമീറ, പിന്നെ സമീർത്ത ഇവിടുത്തെ ജോലിയും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടും അവൾക്കൊരു റെസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടുമ്മ അവർ നല്ല രീതിയിൽ ഒറ്റയ്ക്ക് ജീവിക്കട്ടെ, അതായിരിക്കും നല്ലത്. ഐഷുമ്മക്ക് നല്ല സങ്കടമുണ്ട്, എന്നാലും അത് പുറത്തു കാണിച്ചില്ല. അപ്പോഴേക്കും വാഹനങ്ങളെല്ലാം വന്നു തുടങ്ങി. ഓഡിറ്റോറിയത്തിൽ നിന്നും ഇവിടെ നിന്നൊക്കെ ആയിട്ട്. ഉമ്മ, എന്നാൽ ഉസ്താദേ, എന്നാൽ പോയാലോ നമുക്ക്? സത്യം പറഞ്ഞാൽ ഐഷുമ്മക്കത് വല്ലാത്തൊരു സങ്കടമായിരുന്നു. പഠിച്ചോനെ, എൻ്റെ കുട്ടികൾ പോവുകയാണോ? ഉസ്താദേ, ഇനി ഫുഡ് കഴിക്കാനും വരുമില്ല ഇങ്ങോട്ട്? ഉമ്മ വരും, തീർച്ചയായും വരും, ഇൻഷാ അല്ലാ, ഞാനും അവളും കൂടി വരും കേട്ടോ. പൊന്നു മക്കളെ, അള്ളാഹു നിങ്ങൾക്ക് ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ഐഷുമ വിതുമ്പിക്കരഞ്ഞു. അങ്ങനെ അത് ഷമ്മാസ് വിളിക്കുന്നു. ഉമ്മയും മണവാട്ടിയും മണവാളനും കൂടെ അതാ ആ കാറിലേക്ക് കയറുന്നു. സത്യം പറഞ്ഞാൽ ഐഷുമ വിതുമ്പുകയായിരുന്നു. പഠിച്ചോൻ, എൻ്റെ കുട്ടിനെ ഇറക്കി കൊണ്ടുപോകണ പോലെ തോന്നുന്നു. മോളെ, ഉമ്മ ഞങ്ങൾ വരും ഉമ്മ. സത്യം പറഞ്ഞാൽ അവൾ വിചാരിച്ചത് ഏതോ ഒരു ക്വാർട്ടേഴ്സിലേക്കോ അല്ലെങ്കിൽ ഒരു ചെറ്റക്കുടിലേക്കോ ഞാൻ പോവുകയാണെന്നാണ്. എന്നാൽ ഉസ്താദ് വഴിയിൽ നിന്ന് ചോദിച്ചു, സമീറ, നമ്മൾ ഒരു കൊച്ചു വീട്ടിലേക്ക് പോകുന്നതാണെന്ന് വിചാരിച്ചാലോ? എന്താ, നിനക്ക് ഇഷ്ടപ്പെടുമോ? ഉസ്താദ്, ഞാനൊന്ന് പറഞ്ഞില്ലേ, ഒരിക്കൽ പോലും ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല, അങ്ങയുടെ സ്നേഹം മാത്രം മതി. അത് അവർ രണ്ടുപേരും ചെവിയിൽ സ്വകാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. കാറിൽ ചെറിയൊരു മധുഹ പാട്ടിൻ്റെ ഈരടികൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഉമ്മയും ഷമ്മാസും അതിൽ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യം ഐഷുമ്മയുടെ മടിയിലാണ് മോളിരുന്നത്. ഞാൻ ഉമ്മമ്മയുടെ കൂടെ ഇരിക്കാം എന്ന് പറഞ്ഞു. എന്നാൽ ആ പൊന്നുമോളെ ഒരുപാട് ചുംബിച്ചു. നവാസിൻ്റെ മക്കൾ ഇപ്പോൾ അവളുടെ ആങ്ങളുടെ കൂടെ തന്നെയാണ്. അത് രണ്ടു മക്കളെയും ഒന്ന് കൊണ്ടോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് അവന്. ഞാൻ പറയാമെന്നും പറഞ്ഞു. അതെ, അവളെ കാണാൻ എന്തായാലും സൗദക്ക് ഇഷ്ടമായിരിക്കും മക്കളെ കൊണ്ടുപോയാൽ. പക്ഷേ മക്കളെ അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റൂലല്ലോ. ഫസീലാൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊണ്ടുപോകാൻ ഞാൻ പറ്റുമല്ലോ, മക്കളെയും കൊണ്ടല്ലേ പോകുന്നത്. അങ്ങനെ അതാ എല്ലാവരും നവദമ്പതികളെ അനുഗമിച്ചുകൊണ്ട് അതാ യാത്രയിലാണ്. എവിടേക്കിപ്പോൾ പോണത്? അത് ഒരു ചെറിയ വീട്ടിലേക്കാണ്. എല്ലാവരും അങ്ങനെ പറഞ്ഞ് കളിയാക്കി. അങ്ങനെ അതാ ആ ഒരു വലിയ ഫ്ലാറ്റിൻ്റെ വലിയ ഗേറ്റ് കടന്നുകൊണ്ട് ഓരോ വാഹനങ്ങളും അകത്തേക്ക് കടന്നു. അതെല്ലാം ഷമ്മാസിൻ്റെ പ്ലാനിങ് ആയിരുന്നു, ഒരുപോലത്തെ വാഹനങ്ങൾ വേണമെന്നുള്ളത്. അങ്ങനെ നമ്മുടെ ഉസ്താദും നമ്മുടെ സമീറയും അതാ കാറിൽ നിന്ന് ഇറങ്ങുന്നു. ആ ഒരു മനോഹരമായ കാഴ്ച കാണാൻ എല്ലാവരും നോക്കി നിന്നു. അത് ശരിക്കും ഒരു അറബി പെണ്ണും നിക്കാഹ് കഴിഞ്ഞ് വരുന്ന ലുക്കുണ്ട്. മാഷാ അല്ലാ.
ശരിക്കും സമീർ ഞെട്ടിപ്പോയി. അവൾ കാറിറങ്ങി ചുറ്റുഭാഗത്തുമായി ഒന്ന് നോക്കി. റബ്ബേ, ഇതെവിടെ? തൻ്റെ മുമ്പിൽ അതാ വളരെയധികം ഉയരത്തിൽ നിൽക്കുന്ന ആ ഒരു വലിയ ഫ്ലാറ്റ്. അവൾ ഞെട്ടിപ്പോയി. അവൾ കണ്ടിട്ട് പോലുമില്ല. അങ്ങനെ ഒരു ഫ്ലാറ്റിൻ്റെ അടുത്തവൾ നിന്നിട്ടില്ല ഇതുവരെയായിട്ട്. മോളെ, ഉമ്മ സമീറയെ വിളിച്ചു. ഉമ്മ, മോളെ. ഉമ്മ, നമ്മളെവിടെ എത്തിയത്? അതെ മോളെ, ഇതാണ് നിൻ്റെ മോളുടെ വീട്. അല്ലാ, ഉമ്മ നിങ്ങൾ എന്തേ പറയുന്നത്? ആ, ഇന്നെ ഷാമോനൊന്ന് കൊണ്ടുവന്ന് കാട്ടി തന്നിരുന്നു ഉമ്മ. അതെ മോളെ, എന്തേ പേടിക്കൊന്നും വേണ്ട. മോൾക്ക് ഇവിടെ കൂട്ടുകാരും അയൽവാസികളൊക്കെ ഉണ്ടാവും കേട്ടോ. അതിലത്ര 18ാമത്തെ നിലയിലോ ഏറ്റാണ് തോന്നുന്നുണ്ട്. എന്നാൽ അതാ മണവാട്ടിയെയും മണവാളിനെയും സ്വീകരിക്കാൻ ആ ഫ്ലാറ്റിലുള്ളവരുമെല്ലാം ഒരുങ്ങിയിരുന്ന സന്തോഷത്തോടു കൂടി മധുരം നൽകി അവരെ സ്വീകരിച്ചു. കൂടെ വന്നവർക്കുള്ള ഭക്ഷണം കാര്യങ്ങളും എല്ലാം അവിടെ സെറ്റാക്കിയിരുന്നു. അങ്ങനെ അതാ പുതുമണവാളനും മണവാട്ടിയും ഉമ്മയും ഷാമോനും നുസൈബയും കുഞ്ഞുമെല്ലാം അതാ ആ ഫ്ലാറ്റിലേക്ക് കയറുകയാണ്. ലിഫ്റ്റിൽ കയറി ഒരു നിമിഷം സമീറ ഉസ്താദ് അവളെ പിടിച്ചു. അത് പരിചയമില്ലാത്തതുകൊണ്ടായിരിക്കും, ഒക്കെ ശീലമായിക്കോളും. ഇനി ഉമ്മ പറഞ്ഞു, ആ, എൻ്റെ കുട്ടിക്ക് ഇനി എന്നും തീത്തന്നല്ലേ. അങ്ങനെ അതാ അവരുടെ ആ ഫ്ലാറ്റ് റൂം വളരെയധികം ഉയരത്തിലേക്ക് പൊങ്ങുന്നു. ഒരു നിമിഷം 18ാമത്തെ ആ നിലയിൽ ലിഫ്റ്റ് ഓപ്പണായി. ആ ലിഫ്റ്റ് തുറന്നപ്പോൾ കണ്ട മനോഹരമായ കാഴ്ച. ആ റൂം വരെ വിവിധയിനം പൂക്കൾ കൊണ്ട് നല്ല രീതിയിൽ അലങ്കരിച്ചിരിക്കുന്നു. വളരെയധികം സുഗന്ധവും. ഉസ്താദ് തന്നെ അതാ മണിയറവാതിലിൻ്റെ അരികിലെത്തി. ഷമ്മാസ് അത് തുറന്നു കൊടുത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് അതാ സമീറയുടെ കൈ പിടിച്ചുകൊണ്ട് ഉസ്താദ് മണിയറയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു നിമിഷം അവൾ ഉമ്മയെ തിരിഞ്ഞു നോക്കി. ചെല്ലി മോള്, ചെല്ലി, ഉമ്മാൻ്റെ കുട്ടി ചെല്ലി. അങ്ങനെ അതാ ഉമ്മയും ഒരു കൈ കൊണ്ട് അവളെ പിടിച്ച് ആ റൂമിലേക്ക് ആക്കിക്കൊടുത്തു. മനോഹരമായ മണിയറ, അത് ശരിക്കും അവിശ്വസനീയമായിരുന്നു. മോനെ, ഉമ്മ ചോദിച്ചു. എൻ്റെ പൊന്നും മോനെ, ഇതൊക്കെ എപ്പോ? ഉമ്മ, അതൊക്കെയുണ്ട്. മാഷാ അല്ലാ. ശരിക്കും ഫ്ലാറ്റിലെ ആ ഒരു വലിയ റൂമിൽ അവർക്ക് വേണ്ടി നല്ലൊരു മണിയറ ഒരുക്കിയിരിക്കുന്നു. കൂടെ വന്നവരെല്ലാം അതാ അവിടെ എത്തി. മനോഹരമായ വിശാലമായ ആ റൂം, ആ മണിയറ കണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി. ഹോ, ശരിക്കും ഒരു അറബിക് ഡിസൈൻ ലുക്കിലായിരുന്നു അത് ചെയ്തിരുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട സമീറയും ഉസ്താദും, അതെ ഐഷുമോളും ആ ഒരു റൂമിനുള്ളിൽ. ഒരു നിമിഷം ഉസ്താദ് ചുറ്റുഭാഗത്തുമായി ഇത്രയധികം സെറ്റപ്പ് അല്ലായിരുന്നല്ലോ, ഇതൊക്കെ എപ്പോൾ എന്നുള്ള രീതിയിൽ ഒന്ന് നോക്കി. പെട്ടെന്ന് ഷാമോൻ അങ്ങോട്ട് വന്നു. ഉസ്താദേ, എങ്ങനെയുണ്ട്? എൻ്റെ ഷാമോനെ, വല്ലാത്തൊരു സർപ്രൈസാണല്ലോ ഇതൊക്കെ. അന്ന് നമ്മൾ കണ്ടപ്പോൾ ഇതൊരു ഫ്രീ റൂമായിരുന്നു. എന്നാൽ സമീറക്കും തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. റബ്ബേ, ചെറിയ ചെറ്റക്കുടലിൽ പിറന്ന് അത് ചെറിയ വീട്ടിൽ താമസിച്ച എനിക്ക് ഇത്രയും വലിയൊരു ഫ്ലാറ്റിൽ ജീവിക്കേ റബ്ബേ ആലിക്കാൻ കൂടി കഴിയുന്നില്ല. പഠിച്ചോനെ, എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും, കിച്ചണും ബാൽക്കണിയും ഡൈനിങ് ഏരിയയും നിസ്കാര റൂം അടക്കം അതിലുണ്ടായിരുന്നു. വളരെയധികം മനോഹരമായി സെറ്റപ്പ് ചെയ്ത അടിപൊളി ഫ്ലാറ്റിലെ സ്പെഷ്യലായിട്ടുള്ള ആ റൂം, അതെ അതുതന്നെയായിരുന്നു ഷമ്മാസ് എടുത്തതും. എല്ലാവരും അത്ഭുതപ്പെടുകയാണ്. എന്നാൽ ആ വാഹനങ്ങൾ കയറിയ കൂട്ടത്തിൽ മറ്റ് 2 പേരും കൂടിയിരുന്നു. എല്ലാവരെയും ഫ്ലാറ്റിലേക്ക് സ്വാഗതം ചെയ്തിരുന്നു. ആ കൂട്ടത്തിൽ ആ 2 പേരും അവിടെ വന്നു. അതിൻ്റെ റബ്ബേ, വല്ലാത്തൊരു ഇടങ്ങാറിതെല്ലാം കൂടി കണ്ടിട്ട്. ഇതൊക്കെ ഇപ്പോൾ ഓൾക്ക് കിട്ടേണ്ടതാ, ഞമ്മക്ക് വരെ ഇത് കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിൽ അവർ അതാ സംസാരിക്കുന്നു. എന്തായാലും പറഞ്ഞു കൊടുക്കട്ടെ, ഓനങ്ങനെ വിട്ടാൽ പറ്റൂല. എന്താന്നില്ലേ, ഓളിങ്ങോട്ട് സുഖിച്ച് ജീവിക്കാൻ വന്നിക്കുക. ആ വലിയ ഫ്ലാറ്റ് കണ്ട് എല്ലാവരും ഞെട്ടുകയായിരുന്നു. അതിലുള്ള വർക്കുകളും കാര്യങ്ങളും മുറ്റവും എല്ലാം അതിമനോഹരമായ രീതിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സമീർക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇല്ല റബ്ബേ, ഇതൊന്നും എനിക്ക് അർഹതയില്ലാത്തതാണല്ലോ, ഇതൊക്കെ എങ്ങനെ? അവൾ ശരിക്കും ഞെട്ടുകയായിരുന്നു. അവൾ ഒരു നിമിഷം ആലോചിച്ചു. താനാ ചായ്പിൽ കിടന്ന ദിവസം, അതെ ഇരുട്ടിൽ ആ മണ്ണിൽ ഞാൻ കിടന്ന ദിവസം, എന്നെ പുറത്താക്കിയ ദിവസം,
റഹ്മാനെ, ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചില്ല ഇത്രയും വലിയ പട്ടുമെത്ത എനിക്ക് അള്ളാഹു നൽകുമെന്ന്. അള്ളാഹുവേ, ശരിക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഒരു നിമിഷം ഉസ്താദ് അത് കണ്ടു. സമീറ. എന്നാൽ ആ ദിവസം അതാ ഐഷുമോൾ ഐഷുമ്മയുടെ കൂടെ തന്നെയായിരുന്നു നടന്നിരുന്നത്. എന്തെന്നറിയില്ല, ഉമ്മച്ചിയും ഉപ്പച്ചിയും ഒരുമിച്ചായപ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷമായിരുന്നു. അവൾ കൂടെ ഇരിക്കുന്നതും എല്ലാം ഐഷുമ്മയുടെ കൂടെ തന്നെ. പൊന്നുമോളെ, ഉമ്മച്ചി ഉപ്പച്ചിക്ക് ഒന്നായി തീർന്നില്ലേ? ഇനി ഉമ്മാൻ്റെ കുട്ടി ഓരൊപ്പം കഴിയാനട്ടോ. ആ ഒരു വാക്ക്. ഉമ്മുമ്മ, ഇന്ന് ഞാൻ പുത്തൻ വീടേക്ക് വരട്ടെ. അവിടെ കുഞ്ഞിമോളുണ്ടല്ലോ. കുഞ്ഞിമോള്? ആ അതെ, ഷാമോൻഖാൻ്റെ മോള്. പപ്പൻ്റെ മോളുണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഇന്ന് ഞാൻ അങ്ങോട്ട് വരട്ടെ. ഐഷുമോൾ അത് പറഞ്ഞപ്പോൾ ഐഷും അവളെ വാരിയെടുത്തു. പൊന്നു മോളെ, ഉമ്മാൻ്റെ കുട്ടി നമ്മമ്മാൻ്റെ ഒപ്പം പോരിട്ടോ ഇന്ന്. അങ്ങനെ അത് ഓഡിറ്റോറിയത്തിൽ എല്ലാവരും ഭക്ഷണവും കാര്യങ്ങളും കഴിച്ച് സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് സമീറയോട് യാത്ര പറയുകയാണ്. ഐഷുമ്മ അവളെ വീണ്ടും വീണ്ടും ഒരുപാട് ഉമ്മ വെച്ചു. പൊന്നു മോളെ, ഉമ്മാൻ്റെ കുട്ടി നല്ല രീതിയിൽ ജീവിച്ചു കേട്ടോ. അതുവരെ ഉമ്മക്ക് വേണ്ടിയിട്ട് നല്ല ഇതൊക്കെ ചെയ്തില്ലേ. പഠിച്ചു എന്നെ കാത്തു രക്ഷിക്കും. ഉമ്മാൻ്റെ കുട്ടി നല്ല രീതിയിൽ. ഐഷുമ്മയും സമീറയും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അതെ, സമീറയെ വേർപ്പെടുത്താൻ ഐഷുമ്മക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. മോളെ, ഉമ്മാൻ്റെ കുട്ടി, ഉമ്മ. പെട്ടെന്ന് ഷമ്മാസ് അങ്ങോട്ട് വന്നു. എന്താ ഇത് കഥ? രണ്ടുപേരും ഇതുവരെ നല്ല രീതിയിൽ ഹാപ്പി റാഹത്തോടുകൂടി ജീവിച്ചില്ലേ? ഇപ്പോഴല്ലേ ഉമ്മ അവൾക്കും വേണ്ട ഒരു ജീവിതം മോനെ വേണം. എന്നാൽ ഉസ്താദിനും ആ ഒരു കാഴ്ച കണ്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നിയിരുന്നു. എന്നാൽ ഐഷു അതാ ഉമ്മയുടെ കൈ പിടിച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് ഉസ്താദ്, ഐഷു, ഉപ്പച്ചൻ്റെ കുട്ടി ഇവിടെ ഇതിൽ നിൽക്കുന്നത്, ഞാൻ നാളെ വരാം കേട്ടോ. ഇന്ന് ഞാൻ ഉമ്മമ്മയുടെ കൂടെ പോട്ടെ. ഉമ്മമ്മയുടെ കൂടെ പോയാലേ അവിടെ കുഞ്ഞാവ ഉണ്ടാകും. അല്ല, കുഞ്ഞാവയൊക്കെ ഇന്ന് പോവുമായിരിക്കും അല്ലേ ഉമ്മ? അല്ല, ഓള് ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടാണ് പോവുക. എനിക്കൊരു പൊറുതിയേടിന് ആക്കത്തിനെ, മറ്റേ എനിക്കൊരു പൊറുതിയേടാണ്. ഉമ്മ കരഞ്ഞുകൊണ്ടായിരുന്നു അത് പറഞ്ഞത്. അത് കേട്ടപ്പോൾ ഉസ്താദിനും വല്ലാത്ത സങ്കടമായി. ഉപ്പച്ചി, ഉമ്മച്ചി, ഞാൻ കുഞ്ഞാവയെ പോയിട്ട് വരാം കേട്ടോ. കുഞ്ഞാവൻ്റെ കൂടെ നിൽക്കാനാണ് കേട്ടോ. നല്ല രീതിയിൽ അതാ ആ പൊന്നുമോൾ പറഞ്ഞപ്പോൾ അവളുടെ രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞു. മോളെ, മോള് പോവുകയാണോ? സമീറ ചോദിച്ചു. അതെ ഉമ്മച്ചി, നാളെ വരട്ടോ. കുഞ്ഞാവ് പോയിട്ട് അങ്ങോട്ട് വരട്ടോ. അങ്ങനെ അത് ഐഷുമ്മയുടെ കൈപിടിച്ചുകൊണ്ട് അവൾ നടക്കുകയാണ്. യാത്ര പറഞ്ഞു. എല്ലാവരും തിരിച്ചു പോകുന്നു. ഐഷുമ്മ ഒരിക്കൽ കൂടി തൻ്റെ പ്രിയപ്പെട്ട സമീറയെ തിരിഞ്ഞു നോക്കി. അങ്ങനെ അതാ സമീറ ഒന്നും കൂടി ഉമ്മയുടെ അരികിലേക്കൊന്ന് എത്ര ഒന്ന് കൊതിച്ചു പോയി. അങ്ങനെ ഷമ്മാസും ഉമ്മയും എല്ലാവരും കൂടി യാത്ര പറയുകയാണ്. ഷമ്മാസ് പറഞ്ഞു, ഉസ്താദേ, എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു കേട്ടോ. ഇനി നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഒരു നിമിഷം ഉസ്താദ് പുഞ്ചിരിച്ചു. എൻ്റെ ഷമ്മാസേ, അതെ, റാഹത്തോടു കൂടെ ജീവിക്ക്. പിന്നെ എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണം. പള്ളിയിലേക്ക് വരാനൊക്കെ പറ്റുമല്ലോ, ഇവിടെ നിന്ന് എടുത്താണല്ലോ അല്ലേ, നടക്കാനുള്ള ദൂരേ ഉള്ളൂ. ഷാമോൻ, അതൊക്കെ ശരി തന്നെയാണ്. എന്നാൽ ഐഷു ഞങ്ങളുടെ കൂടെ 2 ദിവസം നിൽക്കട്ടെ. ഞങ്ങൾക്കും ഉണ്ടാവില്ലേ ഒരു ടെൻഷന്? ഞങ്ങൾക്കും ഉണ്ടാവും. എന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ട് ആക്കിത്തരാം. കാരണം 2 ദിവസം നുസിയെയും കുട്ടിയെ നിർത്തണം, അല്ല കഴിയൂല. ഷമ്മാസിൻ്റെ കണ്ണുകൾ അത് പറയുമ്പോൾ നിറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അതാ ഐഷുമ്മ ഒരിക്കൽ കൂടി പൊന്നുമോളെ തിരിഞ്ഞു നോക്കി കണ്ണുകൾ നിറയിച്ചുകൊണ്ട് അവർ ലിഫ്റ്റിൽ കയറി. സമീറയ്ക്ക് വല്ലാത്ത സങ്കടം, അവൾ പൊട്ടിക്കരഞ്ഞു. എന്നാൽ ഉസ്താദ് ആ നിമിഷം തന്നെ ആ മണിയറയുടെ വാതിലടച്ചു. എൻ്റെ പെണ്ണെ, അതാ ഉസ്താദ് അവളെ ബെഡിലേക്കിരുത്തി. എന്താ ഇത്, കരയേ ഏയേ? എന്നാലും ഐഷുമ്മ അത് വല്ലാത്തൊരു ഉമ്മ തന്നെയാണ് കേട്ടോ. എൻ്റെ സമീറ, ഐഷുമ്മയും ഷമ്മസും അത് പടച്ചറബ് നമുക്ക് വേണ്ടി കനിഞ്ഞരുളിയ ആളുകളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യമായിട്ടും അതെ ഉസ്താദേ. സമീർ കരയല്ലേ? ഇൻഷാ അല്ലാ നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് കടക്കാം. ആ നിമിഷം തന്നെ ഉസ്താദ് അതാ അവളുടെ തലയിൽ കൈവെക്കുന്നു. ഒരു നിമിഷം സമീറ വിതുമ്പിപ്പോയി. റബ്ബേ, സ്വാലിഹായ ഭർത്താവായതുകൊണ്ടാണല്ലോ എനിക്ക് തുടക്കത്തിൽ തന്നെ ഇങ്ങനെ തുടങ്ങുന്നത് എന്ന് അവൾ വിചാരിക്കുകയാണ്. അതെ, ഉസ്താദിൻ്റെ ആ കൈകൾ സമീറയുടെ
തലയിൽ പതുക്കെ വെച്ചു. ഒരു നിമിഷം അവൾ പടച്ച റബ്ബിനോട് ശുക്ർ ചെയ്തുകൊണ്ടിരുന്നു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ എന്ന്. അങ്ങനെ അതാ ഉസ്താദ് തലയിൽ കൈവച്ച് അത് ചൊല്ലുവാൻ തുടങ്ങി. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്തൊക്കെ തന്നെയല്ലേ നമ്മൾ ആഗ്രഹിച്ച് നിൽക്കാതെ കഴിഞ്ഞില്ലേ? അപ്പോൾ ഒരു ലൈക്ക് തരുമോ? പറ്റുന്നുണ്ടെങ്കിൽ തരണേ ഇൻഷാ അല്ലാ.